ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ചെമ്മീൻ അടയുടെ റെസിപ്പിയും അതുപോലെ അതിൻ്റെ കൂടെ വേറൊരു റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. സെയിം ഫീലിംഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മീഡിയം സൈസുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായി ഇതുപോലെ സാധാരണ കട്ട് ചെയ്തെടുത്താലും മതി. ഞാൻ ഇവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് ചെറിയ പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്നുകൂടെ ചോപ്പ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾ, അതുപോലെ മുളക് പൊടി കൂടി ഇട്ട് നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഫ്രൈ പാനിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നാടൻ റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ചെമ്മീൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്ത്. അടുത്തത് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. അതിലേക്ക് 3 പീസ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അതുപോലെ ഒരു തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കളറിന് വേണ്ടി മഞ്ഞളും ചേർത്ത് ഇതുപോലെ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. അതിന് ശേഷം ആ ഒരു സെയിം മിക്സിൻ്റെ ജാറിൽ തന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അധികം അരഞ്ഞു പോകാൻ പാടില്ല. അടുത്തത് ഉള്ളി ഒന്ന് നന്നായി വാട്ടിയെടുത്ത് ഈ മസാല ഒക്കെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് വാടി വന്നാൽ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് എരിവ് കൂടുതൽ വേണ്ടിയിട്ട് കുറച്ചധികം പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പൈസി കുറവാണെങ്കിൽ കുറച്ചും കൂടെ പച്ചമുളക് കുറച്ച് ചേർത്താൽ മതി. അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം വാടിയിട്ട് വരണം. ഇപ്പോൾ ഏകദേശം വാടി വന്നിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി നന്നായി വാടിയതിന് ശേഷം അതിലേക്ക് നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ അതുപോലെ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ അതിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് 1 മിനിറ്റ് അടച്ച് വെച്ച് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പൊന്നി പുഴുങ്ങലരിയാണ്. അത് ഞാൻ 8 മണിക്കൂർ കുതിർത്ത് നന്നായി കഴുകി എടുത്തിട്ടുള്ള അരിയാണിത്. അത് അത്യാവശ്യം നല്ലോണം അരയും ചെയ്യണം. ഇപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലോണം, ഇപ്പോൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു കട്ടിയിൽ അരച്ചെടുക്കുക. ഈ ഒരു മാവിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അരിപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് ടൈറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പൊന്നിയരി യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ടും ഈ ഒരു അട ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ഇതുപോലെ തന്നെ അരി എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന്, അത് പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും, ആവശ്യത്തിന് ചെറിയ ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായി ടൈറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ അരിപ്പൊടി കുറവായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സാധാരണ പുഴുങ്ങല വിരിച്ചിട്ട് ചെയ്തത്. അതിന് ശേഷം ഞാൻ ഇത് ഹാഫ് ഇതുപോലെ തന്നെ അടക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹാഫ് ഇതുപോലെ തന്നെ ഈ ഒരു മസാല തന്നെ വെച്ച് ഫിൽ ചെയ്തിട്ടുള്ള ഒരു കോഴക്കട്ടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അടക്കുണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ മറ്റേ ഈ കോഴക്കട്ടതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു മാവ് കുറച്ചും കൂടെ വലിയ പീസിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ രണ്ടും 2 സൈസാണ്. ഇത് രണ്ടും ഇതുപോലെ തന്നെ ബോൾസ് ആക്കിയിട്ട് രണ്ടും സൈഡിലേക്ക് മാറ്റി വെക്കാം. ആദ്യം തന്നെ അടയൊന്ന് നല്ലോണം പരത്തിയെടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് നെയ്യ് ഇതുപോലെ തന്നെ ഇലയിൽ കുറച്ചൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ കട്ടി കുറഞ്ഞ് നന്നായി
ഇതുപോലെ തന്നെ പരത്തിയെടുത്തതിന് ശേഷം സൈഡിൽ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈഡിൽ ഫില്ലിങ് വെച്ചതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലും ഇതുപോലെ തന്നെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ആവി കയറുമ്പോൾ ഇത് നടുവൊന്ന് പൊട്ടി വരും. അപ്പോൾ ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ അപ്പച്ചമ്പ് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പരത്തി വെച്ച അടയൊക്കെ അതിലേക്കിട്ട് ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ വെച്ച് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഇതുപോലെ സൈഡിലും സെൻറ്ററിലൊക്കെ ഇതുപോലെ നല്ലോണം ഒന്ന് കൈവച്ച് ഇതുപോലെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 8 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അടയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സൈഡിലേക്ക് ഒരു പ്ലേറ്റിൽ മാറ്റി വെക്കാം. അപ്പോൾ അതിനുശേഷം നേരത്തെ കുറച്ച് വലിയ ബോൾസാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതുപോലെ തന്നെ കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ സെയിം അടയിൽ വെച്ച ആ ഒരു ഫില്ലിങ് ഇതിലേക്ക് വെച്ച് ഇതുപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ നല്ലോണം ഒന്ന് ബോളാക്കി എടുക്കുക. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള മാവും കൂടെ ആ സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ മാവും ഇതുപോലെ തന്നെ ഫില്ലിങ് വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇവിടെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഫില്ലിങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു നെയ്യിലേക്ക് ഇതുപോലെ തന്നെ ഇത് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൈവച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങിലേക്ക് ഇതുപോലെ നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള മാവൊക്കെ ഇപ്പോൾ ചെയ്ത ആ സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം ഇതുപോലെ നെയ്യ് ഇതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഈ ഒരു ഫില്ലിങ് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നെയ്യാക്കുന്നത് ആ ഒരു ടേസ്റ്റും കൂടെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ കോട്ട് ചെയ്ത് അതിൻ്റെ മേലെ നല്ലോണം ഒന്ന് ഇതുപോലെ പിടിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള എല്ലാ മാവും ആ ഒരു സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ മാവും ആ ഒരു സെയിം രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. പടയനേക്കാളും കുറച്ചുകൂടെ കട്ടി കൂടുതലായതുകൊണ്ട് കുറച്ചും കൂടെ ടൈം എടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു 2 റെസിപ്പിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.